ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാന്യരായ വൈദികരെ, സന്യാസിനികളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 111 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു പുണ്യപിതാവിൻ്റെ അനുസ്മരണത്തിന് നമ്മളൊക്കെ കടന്നു വന്നിരിക്കുകയാണ്. 1902 മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരുമല തിരുമേനി കാലം ചെയ്തത്. നൂറ്റാണ്ട് ഒന്ന് കഴിഞ്ഞു, ദശാബ്ദം ഒന്നുകൂടി കഴിഞ്ഞു, വർഷം ഒന്നുകൂടി. ആ ഓർമ്മകൾ മരിക്കുന്നില്ല. വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഹൗ ലോങ് ഡസ് എ പേഴ്സൺസ് മെമ്മറി ഔട്ട്ലിവ് ഹിം? ഒരാൾ ശാരീരികമായി നമ്മളിൽ നിന്ന് വേർപെട്ടാൽ എത്ര കൊല്ലം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിൽക്കും? നമ്മളൊക്കെ ഒരുപക്ഷെ മക്കളും കൊച്ചുമക്കളും ഉള്ളിടത്തോളം അവരൊക്കെ അനുസ്മരിക്കുമായിരിക്കും. പക്ഷേ കാലം മുമ്പോട്ട് പോകുമ്പോൾ മറവിയുടെ കയങ്ങളിൽ നമ്മളൊക്കെ മുങ്ങിത്താഴും. പക്ഷേ ഇതാ ഒരു പരിശുദ്ധൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൊണ്ടാടുന്നവർ കൂടുന്നതേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിൽ ദേവാലയങ്ങളുടെ സംഖ്യ പെരുകുന്നതേയുള്ളൂ. അദ്ദേഹത്തിനെ സ്മരിക്കുന്ന അവസരങ്ങൾ വർദ്ധിക്കുന്നേ ഉള്ളൂ. 1947 അദ്ദേഹത്തെ ഔദ്യോഗികമായി സഭ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. പാശ്ചാത്യ സഭകളിൽ കാനനൈസേഷൻ, നാമകരണ പ്രക്രിയ വളരെ സങ്കീർണതകളുള്ള, നൂലാമാലകൾ നിറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ പൗരസ്ത്യ സഭകളിൽ അങ്ങനെയല്ല. കത്തോലിക്ക സഭയിൽ ഒരു പുണ്യവാനെ നാമകരണം ചെയ്ത് പരിശുദ്ധനെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ എന്തെല്ലാം നടപടിക്രമങ്ങളും ചട്ടവട്ടങ്ങളും ഉണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്നതിന് തടസ്സവാദം ഉന്നയിക്കാൻ പോലും ആളെ സഭ തന്നെ നിയോഗിക്കും. അവരുടെയൊക്കെ ന്യായവാദങ്ങളെ മറികടന്നു വേണം, തെളിവുകൾ ഏറെ നിരത്തിവെച്ച് വേണം ഒരാളെ പുണ്യവാനെന്ന് പ്രഖ്യാപിക്കുവാൻ. പക്ഷേ പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യം ഇതല്ല. ഒരാളെ പരിശുദ്ധനെന്ന് ജനങ്ങളാണ് അംഗീകരിക്കുന്നത്. അങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ സിദ്ധൻ, പരിശുദ്ധനെന്ന് സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരാളായിരുന്നു പരിശുദ്ധ പരുമല തിരുമേനി. തിരുമേനിയെ അനുസ്മരിക്കുമ്പോൾ തിരുമേനിയുടെ 111 ശ്രാദ്ധ പെരുന്നാളിന് മുന്നോടിയായി ധ്യാനയോഗങ്ങൾ ഇവിടെ കൂടുമ്പോൾ തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടതായ ഒരു വിഷയമാണ് പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥന, മധ്യസ്ഥത. അത് വേദാനുസൃതമാണോ? അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നുണ്ടോ? ഇന്ന് ധാരാളം നവീകരണ സഭക്കാരുണ്ട്, പാരാ ചർച്ചസ്. ബോൺ അഗെയിൻ ആണെന്ന് പറയും ചില ആളുകൾ അവരെ പറ്റി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ത്യയിലെ തന്നെ വലിയ നഗരങ്ങളിലൊക്കെ പോയി വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് പോകുമ്പോൾ പലപ്പോഴും ഇവരുടെയൊക്കെ വലയിൽപ്പെട്ടു പോകുന്നു. അവരിൽ ചിലരൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അടുത്ത കാലത്ത് നമ്മുടെ സഭാംഗമായ, കേരളത്തിന് പുറത്തൊരു സ്ഥാപനത്തിൽ പ്രിൻസിപ്പലായി ദീർഘകാലം ജോലി നോക്കിയ ഒരാൾ എന്നോട് പറഞ്ഞു, ബോൺ അഗെയിൻ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി കടന്നു വന്ന് പുച്ഛിച്ചു പറഞ്ഞു, വി വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് whereas you worship സെന്റ് മേരി, സെന്റ് ജോർജ് ആൻഡ് പരുമല തിരുമേനി. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കാകെ ഒരു കൺഫ്യൂഷൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കന്യാമറിയാമിനെയും പരിശുദ്ധ പരുമല തിരുമേനിയെയും
ഗീവർഗീസ് സഹദായും ഒന്നും ആരാധിക്കുകയല്ല, അവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ മധ്യസ്ഥതയിൽ ശരണപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പൊരുൾ തിരിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊരപ്പച്ചൻ വിഷമം പങ്കുവെച്ചു അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പറ്റി. അദ്ദേഹം നമ്മുടെ സൺഡേ സ്കൂളിലല്ല കുഞ്ഞുങ്ങളെ ആദ്യകാലങ്ങളിൽ അയച്ചത്. കേരളത്തിന് പുറത്ത് താമസിക്കുന്നയാളാണ്. സൗകര്യാർത്ഥം മറ്റ് ക്രൈസ്തവ കൂട്ടായ്മകളുടെയൊക്കെ സൺഡേ സ്കൂളുകളിൽ വിട്ട് കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചു വലുതായി വന്നു കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, സാറേ, എനിക്ക് എൻ്റെ മക്കളെ പറ്റി അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവർ നല്ല കുട്ടികളാണ്, പാട്ടുപാടും, വേദപുസ്തകം വായിക്കും, പ്രാർത്ഥിക്കും. പക്ഷെ നമ്മുടെ സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളിലും ചിട്ടയിലുമൊന്നും അവർക്ക് വലിയ വിശ്വാസമില്ല. അവരെന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ നമുക്ക് പരുമല തിരുമേനിയുടെയും മാതാവിൻ്റെയും ഒക്കെ വക്കാലത്ത്? നേരെ ചൊവ്വേ ദൈവത്തോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? ഇത് ചോദിക്കുമ്പോൾ ഞാൻ വിഷമിക്കുന്നു, കുഴങ്ങുന്നു സാറേ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉപ്പച്ചാ വിഷമിക്കണ്ട, കാനാവിലെ കല്യാണത്തിൻ്റെ ആ ഉദാഹരണം മാത്രമൊന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ മതിയല്ലോ. ആ വീട്ടുകാര് വീഞ്ഞു തീർന്നു പോയിട്ട് വളരെ പ്രശ്നത്തിൽ പ്രതിസന്ധിയിലായത് കർത്താവ് അറിയാഞ്ഞിട്ടല്ലല്ലോ, കർത്താവ് അവിടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഒരു അത്ഭുതം പ്രവർത്തിച്ചത് എപ്പോഴാണ്? മാതാവ് ഇടപെട്ട്, മകനെ ഇവരുടെ ദുസ്ഥിതി കണ്ടില്ലേ, വല്ലതും ഒന്ന് ചെയ്തേ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് കർത്താവ് മനസ്സലിഞ്ഞു, അവിടെ നിർവഹിക്കേണ്ടതായ കാര്യം ചെയ്തു. അത്രയും കാര്യം ഈ കുഞ്ഞുങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്താ പോരെ അച്ചായ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, സാറേ, കുറ്റം എൻ്റെ തന്നെയാ, കുഞ്ഞുങ്ങളെ നമ്മുടെ സൺഡേ സ്കൂളിൽ വിടാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നീതിമാന്റെ ഓർമ്മ അനുഗ്രഹീതമാവുന്നു. യാക്കോബിന്റെ 1 പൊതുലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ വ്യക്തമായി നമ്മൾ വായിക്കുന്നുണ്ട്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും സങ്കടക്കടലുകളുമായി എന്തിനാണ് ഈ പരുമല പുണ്യവാളന്റെ കബറിടത്തിലേക്ക് കടന്നു വരുന്നത്? കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ സുകുമാർ അഴീക്കോട് തിരുവനന്തപുരത്ത് പാമ്പാടി തിരുമേനിയുടെ ഒരു അനുസ്മരണ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ പരുമല തിരുമേനിയെ പരുമല തിരുമേനി എന്നല്ല വിളിക്കുന്നത്, പരിമള തിരുമേനി എന്നാണ്. അദ്ദേഹം പറഞ്ഞു, അസ്ഥികൾ പൂക്കുന്നുവെന്നും നീതിമാന്റെ അസ്ഥികളിൽ നിന്ന് സുഗന്ധം സ്രവിക്കുന്നു എന്നുമൊക്കെ പറഞ്ഞാൽ അതിശയോക്തിയാവാം. പക്ഷേ ജനങ്ങളുടെ വിശ്വാസം അതാണ്, ജനങ്ങളുടേത് അനുഭവം അതാണ്. സങ്കടക്കടലുകളുമായി ഇവിടേക്ക് കടന്നു വന്ന് ആ ഭാരങ്ങളെല്ലാം പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞു മടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, തീർച്ചയായും അതിനാണ് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് മറ്റൊരു വിഷയം എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ ധ്യാനത്തിന് തീർച്ചയായും പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന അനുഗ്രഹീതങ്ങളായ വ്യക്തിത്വ ഭാവങ്ങളെപ്പറ്റി 3-4 കാര്യങ്ങളെപ്പറ്റി ഏതാനും വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ സമർപ്പിക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരുമല തിരുമേനി 111 കൊല്ലം മുമ്പ് കടന്നുപോയിട്ടും ഇന്നും ആ ജീവിതത്തിലേക്ക് നോക്കി നമ്മളൊക്കെ പ്രചോദിതരാവുന്നുണ്ട്. എന്തായിരുന്നു ആ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന വ്യക്തിത്വ മാഹാത്മ്യങ്ങൾ? ആ ജീവിതത്തെ പ്രസ്ഫുടമാക്കിയിരുന്ന ഗുണവിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു? 4 മാത്രം അക്കമിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്.
ഒന്ന്, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത. ഇന്ന് സത്യസന്ധതയെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മളുമൊക്കെ പറയും നമ്മൾ വലിയ കൊള്ളക്കാരും കള്ളന്മാരും ഒന്നുമല്ലല്ലോ. സ്വയം നീതീകരണത്തിൻ്റെ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് പറയും നമ്മൾ ചില രാഷ്ട്രീയക്കാരെ പോലെയോ വലിയ മോഷ്ടാക്കളെ പോലെയോ ഒന്നും ആരുടെയും കുത്തിക്കവരുന്നില്ല, വലിയ ദോഷം വരുന്ന കള്ളങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ മതി സത്യമെന്ന് സത്യത്തെപ്പറ്റി സ്ഥൂലീകരിച്ച ഒരു ധാരണയാണ് നമുക്കൊക്കെ പലപ്പോഴും ഉള്ളത്. പാശ്ചാത്യർ സത്യത്തെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്: വൈറ്റ് ലൈസ്, ബ്ലാക്ക് ലൈസ്. വൈറ്റ് ലൈസ് എന്ന് പറയുമ്പോൾ ദേ ആർ ഹാംലെസ് ലൈസ്. അങ്ങനെ ഒരു കള്ളം ഒരാൾ പറഞ്ഞതുകൊണ്ട് മറ്റാർക്കും വലിയ നഷ്ടമൊന്നും വരുന്നില്ല. അങ്ങനത്തെയൊക്കെ കള്ളം പറഞ്ഞാൽ അതൊന്നും ഇന്നത്തെ കാലത്തൊരു വലിയ പാപമായി കൂട്ടേണ്ടതില്ല എന്ന് ഞാനും നിങ്ങളുമൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നു. എൻ്റെ പോക്കറ്റിൽ 100 രൂപ കിടക്കുന്നത്, ഏറെക്കുറെ സുതാര്യമായ ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത് കാണാം എൻ്റെ ഒരു ചങ്ങാതിക്ക്. അവൻ എൻ്റെ അടുത്തേക്ക് വന്ന് ആവശ്യപ്പെടുകയാണ്, അമ്മയ്ക്ക് രോഗം കൂടുതലായി കിടക്കുന്നു, ഉടനെ 100 രൂപ കടം വേണമെന്ന് പറയുമ്പോൾ എനിക്കറിയാം ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അമ്മയ്ക്ക് ചികിത്സയ്ക്കായിട്ടല്ല, ഇവൻ മദ്യപനാണെന്ന് തിരിച്ചറിയുന്ന ഒരാള് എന്ന നിലയ്ക്ക് ഞാൻ കണ്ണും പൂട്ടി കള്ളം പറയുന്നു, എൻ്റെ സുഹൃത്തെ എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇന്നില്ല, മറ്റൊരിക്കലാവട്ടെ എന്ന്. ഇങ്ങനെ ഞാൻ പറയുന്നത് കൊണ്ട് അവന് വലിയ നഷ്ടം വരുന്നില്ല, എന്നാൽ എനിക്കും നഷ്ടം വരാതെ സൂക്ഷിക്കാനാവുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു കള്ളം പറഞ്ഞാൽ that is a white lie, that's a harmless lie, പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു ധാരണയാണ് നമുക്കൊക്കെ ഉള്ളത്. അതേസമയം ഒരു ബ്ലാക്ക് ലൈ, അത് പറയുകയാണെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടിയതാവാം. ഷേക്സ്പിയറുടെ ഏറെ പ്രശസ്തമായ ദുരന്ത നാടകത്തിൽ ഒതിൽ ഇയാഗോ എന്നത് വില്ലന്മാരിൽ അഗ്രേസരൻ. ലോക സാഹിത്യത്തിൽ ഇതുപോലെ കൊള്ളരുതാത്ത ഒരു വില്ലൻ ഇനിയും ജനിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ആ വില്ലൻ ഒതല്ലോയുടെ ചെവിയിൽ പോയി ഡെസ്ഡിമോണയുടെ ചാരിത്രത്തെ പറ്റി ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുമ്പോ നമുക്കറിയാം ദാറ്റ് ഇസ് എ ബ്ലാക്ക് ലൈ. ഒതല്ലോ ഒടുവിൽ തന്റെ പ്രിയപ്പെട്ട ഡെസ്ഡിമോണയെ, ഒരു മുത്തുപോലെ പവിത്രമായ സ്വഭാവദാർഢ്യമുണ്ടായിരുന്ന ഡെസ്ഡിമോണയെ കഴുത്തിൽ ഞെക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോ അതിന് കാരണമായത് തീർച്ചയായും ഇയാഗോയുടെ പച്ചക്കള്ളമാണ്. അതുപോലെയുള്ള കള്ളങ്ങൾ എത്രയെണ്ണം നടക്കുന്നു ജീവിതത്തിൽ. അതൊക്കെ ബ്ലാക്ക് ലൈസ്. മറ്റൊരാളുടെ അന്ത്യത്തിന് വരെ ഇടയാക്കാം, മറ്റൊരാൾക്ക് കാര്യമായ കരാറുകൾ ഒക്കെ ഉളവാക്കാം. അങ്ങനെയുള്ള കള്ളങ്ങൾ അത് വർജിക്കണം. പക്ഷേ വൈറ്റ് ലൈസ് അത് ആവാം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പൊതുവെയുള്ള ധാരണ, സങ്കല്പം. പക്ഷേ അതുപോലും ആയിക്കൂടാ എന്ന് നിർബന്ധമുണ്ടായിരുന്നു പരുമല തിരുമേനിക്ക്. ഞാൻ ഓർക്കുന്നു, പണ്ടൊരിക്കൽ ഇതേ വേദിയിൽ പങ്കുവെച്ച കാര്യമാണ് കാനോൻ പുസ്തകത്തിന്റെ കാര്യം. മലങ്കര സഭയിൽ വ്യവഹാരങ്ങൾ ആരംഭിച്ചിട്ട് നാളുകളേറെയായി നിങ്ങൾക്കറിയാം. പുലിക്കോട്ടിൽ തിരുമേനിയുടെ കാലത്ത് മാർത്തോമാക്കാരുമായി, അന്ന് നവീകരണക്കാരെന്നാണ് പറയുക അവരെ പറ്റി, കേസ് നടക്കുന്നു. നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളും വസ്തുക്കളുമൊക്കെ അന്യാധീനപ്പെടുമോ എന്ന് ഭയപ്പെട്ടിരുന്നൊരു കാലം. പുലിക്കോട്ടിൽ തിരുമേനി വലിയ തിരുമേനിയായിട്ടുണ്ട്. 1876 പാത്രിയർക്കീസ് വന്നപ്പോൾ വാഴിക്കപ്പെട്ട മെത്രാന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായി പരുമല കൊച്ചു തിരുമേനി ഉൾപ്പെടെ മറ്റു മെത്രാപോലിത്തന്മാരുമുണ്ട്. അവരെല്ലാം മലങ്കര സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോ എതിർപക്ഷത്ത് നവീകരണക്കാര്.
പഴയ സെമിനാരി ഉൾപ്പെടെ സഭയുടെ വസ്തുക്കൾക്ക് വേണ്ടി കേസ് നടക്കുന്നു. ഈ കേസിൽ വളരെ പ്രാമാണികമായ ഒരു അടിസ്ഥാന പ്രമാണമായി കോടതിയിൽ ആക്കേണ്ടതുണ്ട് കാനോൻ പുസ്തകം. കാനോൻ പുസ്തകം തപ്പിയെടുത്ത് കോടതിയിൽ ഹാജരാക്കേണ്ട സമയം വന്നപ്പോ പഴയ സെമിനാരിയിലെ പെട്ടിയൊക്കെ തുറന്ന് തപ്പി നോക്കിയപ്പോ ചെതലരിച്ച് തിന്നുപോയിരിക്കുന്നു കാനോൻ പുസ്തകം. എടുത്താൽ പൊടിഞ്ഞു പൊടിഞ്ഞു താഴെ വീഴുന്നു. ഇതെങ്ങനെ കോടതിയിൽ സമർപ്പിക്കും? ഇതില്ലാതെ കേസ് ജയിക്കില്ല. പ്രാമാണികമായ അടിസ്ഥാന രേഖയാണ്. നമ്മുടെ വക്കീല് പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് പുതിയൊരു കാനോൻ പുസ്തകം ഉണ്ടാക്കാം. ആളുകൾ അത്ഭുതം കൂറി പുതിയ മേനിക്കടലാസ് ഇങ്ങോട്ട് വാങ്ങിച്ച് നല്ല കയ്യക്ഷരമുള്ള ഷെമ്മാശന്മാരെ കൊണ്ട് കാനൂൻ ഗ്രന്ഥം പകർത്തി എഴുതിപ്പിച്ചോ എന്ന് വക്കീല് പറഞ്ഞപ്പോ നമ്മുടെ സമുദായ നേതാക്കന്മാരൊക്കെ അത്ഭുതം കൂറി. ഇതെങ്ങനെയാണ് പഴയ കാനോൻ പുസ്തകമായി അവതരിപ്പിക്കുക കോടതിയിൽ? വക്കീല് പറഞ്ഞു, ഭയപ്പെടേണ്ട, അതിനൊക്കെ മാർഗമുണ്ട്. പഴയ സെമിനാരിയുടെ നടുത്തളത്തിൽ ഒരു ഉരുളിക്കകത്ത് വെള്ളം തിളപ്പിച്ചു, കാപ്പിപ്പൊടി വിതറി, കട്ടൻ കാപ്പി തിളപ്പിച്ചു. അതിനകത്ത് ഈ പഴയതെന്ന് പറയുന്ന ഈ പുതിയ മേനിക്കടലാസിൽ എഴുതിയുണ്ടാക്കിയ കാനോൻ ഗ്രന്ഥം മുക്കി വെയിലത്തിട്ടുണങ്ങിയെടുത്തപ്പോ പഴയ കാനോൻ ഗ്രന്ഥത്തെക്കാൾ പഴക്കം. പക്ഷെ ഒരു പ്രശ്നം, സാക്ഷി പറയേണ്ടത് പരുമല തിരുമേനിയാണ്. പരുമല തിരുമേനിയോട് എതിർഭാഗത്തെ വക്കീലെങ്ങാനും ചോദിക്കുകയാണ്, തിരുമേനി ഇത് തന്നെയാണോ പഴയ കാനോൻ പ്രമാണം, കാനോൻ പുസ്തകം എന്ന് ചോദിച്ചാൽ തിരുമേനി പറഞ്ഞു പോകും, അതല്ല, ഇത് കാപ്പിക്കാനോനാണെന്ന്. വിഷമിച്ചു ആളുകൾ. തിരുമേനിയോട് ഈ കാര്യം അവതരിപ്പിക്കണം. സമുദായ പ്രമാണിമാര് വന്ന് തിരുമേനിയുടെ അടുത്ത് നിന്ന് മുട്ടിന്മേൽ നിന്ന് കെഞ്ചി. തിരുമേനി, സഭയ്ക്ക് അല്ലെങ്കിൽ ദോഷം വരും, അതുകൊണ്ട് തിരുമേനിയോട് ചോദിക്കുകയാണ്, ഈ പുസ്തകം യഥാർത്ഥ കാനോനാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയണം. തിരുമേനിയുടെ ഉത്തരത്തിന് യാതൊരു പതർച്ചയും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു അദ്ദേഹം, നമുക്ക് സത്യമേ പറയാവൂ, നമുക്ക് സത്യമേ പറയാവൂ. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്യനിഷ്ഠ. പിന്നെ കേസെങ്ങനെ ജയിച്ചുവെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. സമർത്ഥനായിരുന്ന നമ്മുടെ വക്കീൽ പ്രതിഭാഗം വക്കീലിനെ കൊണ്ട് ആ ചോദ്യമൊന്നും ചോദിപ്പിക്കാത്ത രീതിയിൽ കേസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു, തടിതപ്പി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാതൊരു കാരണവശാലും സഭയുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന നിർണായകമായ ഒരു ഘട്ടത്തിൽ പോലും ഒരു വൈറ്റ് ലൈ പറയാൻ താൻ ഒരുക്കമല്ല എന്ന് പറയുന്ന ആർജവം, ഇളക്കമില്ലാത്ത ആ സത്യസന്ധത, അത് തീർച്ചയായും പരുമല തിരുമേനിയിൽ വിളങ്ങിയിരുന്നത് ഒരളവിലെങ്കിലും നമ്മളിലൊക്കെ പകർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം, ആശിക്കാം. 2, പരുമല തിരുമേനിയുടെ വിശ്വാസദാർഢ്യം. നമുക്കൊക്കെ വിശ്വാസമുണ്ടെന്ന് നമ്മൾ മേനി പറയും. പക്ഷേ നല്ലൊരു പനി വന്നാൽ നഷ്ടപ്പെടുന്ന വിശ്വാസമാണ് നമ്മളിൽ പലരുടെയും. ഒരു രോഗം കടന്നു വരുമ്പോൾ, ഒരു ദൗർഭാഗ്യം ജീവിതത്തിൽ നമുക്ക് നേരെ നടന്നെടുക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസമാണ് പലപ്പോഴും എനിക്കും നിങ്ങൾക്കുമുള്ളത്. വിശ്വ മഹാകവിയായിരുന്ന മിൽട്ടനെ പറ്റി, ജോൺ മിൽട്ടൺ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു വലിയ മഹാകാവ്യം ചമയ്ക്കാനായിട്ട് ആഗ്രഹിച്ചു.
സാത്താൻ പ്രലോഭിപ്പിച്ച് തിന്മയും പാപവും ഹവ്വ വഴി ലോകത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അതിന് പ്രത്യുത്തരമായി സ്വയം സമർപ്പിച്ച് സ്വയം ബലിയർപ്പിച്ച് ഈ ലോകത്തിന് രക്ഷ കൊണ്ടുവന്ന യേശുദേവന്റെ ചരിത്രത്തെ സംബന്ധിച്ചൊരു മഹാകാവ്യം ആദ്യം ആഗ്രഹിച്ചു അദ്ദേഹം. പാരഡൈസ് ലോസ്റ്റ്, പർദീസ നഷ്ടത്തെ പറ്റി എഴുതണം. പിന്നീട് എഴുതണം അതിന്റെ തുടർച്ച, സീക്വൽ, പാരഡൈസ് റീഗെയിൻഡ്. ഇതിനായിട്ട് വലിയ വലിയ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു വർഷങ്ങളോളം. 42-ാം വയസ്സുവരെ മഹാകാവ്യം ചമയ്ക്കുന്നതിനുള്ള ഒരുക്കങ്ങളായിരുന്നു. പക്ഷേ 42-ാം വയസ്സായപ്പോ വായിച്ചു വായിച്ച് കണ്ണിന്റെ കാഴ്ച പോയി. അപ്പോൾ അദ്ദേഹം കോപാകുലനായി ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. Doth God exact day labor, light denied? വെളിച്ചം നിഷേധിച്ചിട്ട് പകല് കിടന്ന് നീ പണിയെടുത്തോടാ എന്ന് പറയുന്നത് നീതീകരിക്കാനാവുമോ ദൈവമേ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഓരോരോ സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള ചോദ്യശരങ്ങൾ ദൈവത്തിന് നേരെ എറിയുന്നവരാണ് ഞാനും നിങ്ങളും. ഈയിടെ ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ പ്രകൃതിക്ഷോഭമായിരുന്നു ആകെ. നിങ്ങൾ വായിച്ചു, TV-യിൽ കണ്ടു. 10-20 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു പ്രകൃതിക്ഷോഭം ആന്ധ്രയെ പിടിച്ചു കുലുക്കിയ ഒരു അവസരം ഓർത്തു പോവുകയാണ്. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന കേരള എക്സ്പ്രസ് വിജയവാഡയ്ക്കടുത്ത് ആന്ധ്രയിൽ പിടിച്ചിട്ടു ദിവസങ്ങളോളം. കാരണം മഴ തോരാതെ പെയ്ത് നദികളിലെല്ലാം വെള്ളം പൊങ്ങി ഒഴുകി. നദികളിലൂടെ കടപുഴുകിയ വൃക്ഷങ്ങൾ ഒഴുകുന്നു. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ ജഡങ്ങൾ, കബന്ധങ്ങൾ നദിയിലെ വെള്ളത്തിൽ പൊങ്ങി ഒഴുകുന്നു. റെയിൽ ഗതാഗതമെല്ലാം സ്തംഭിച്ചിരിക്കുന്നു. ആ അവസരത്തിൽ 4-5 ദിവസം വിജയവാഡയിൽ ട്രെയിൻ പിടിച്ചിട്ടിട്ട് വീണ്ടും യാത്ര പുനരാരംഭിച്ചപ്പോ ഒരു മലയാളി കത്തോലിക്ക വൈദികൻ ഈ ട്രെയിനിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവിടെ കാണുന്ന ഞടുക്കുന്ന കാഴ്ചകളെയൊക്കെ കണ്ട് അദ്ദേഹം ഞെട്ടി വിറച്ച് ദൈവത്തോട് ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്. ആ ഇടയ്ക്ക് പത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ചോദ്യം, Where had gone the God whom I adore? Where had gone the God whom I adore? ഇതൊക്കെ സംഭവിച്ചപ്പോ ഞാൻ ആരാധിക്കുന്ന ദൈവം എവിടെ പോയിരുന്നുവെന്ന് വേദനയോടെ ചോദിക്കുകയാണ് അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഞാനും നിങ്ങളും ഒരുപക്ഷെ അതിനേക്കാൾ ക്രൂരമായി വല്ലതുമൊക്കെ ചോദിച്ചു പോയെന്ന് വരാം ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോ കേൾക്കുമ്പോ. ഏതായാലും പരുമല തിരുമേനി, അദ്ദേഹത്തിന്റെ വിശ്വാസം എത്ര ഉറച്ചതായിരുന്നുവെന്ന് നമ്മൾ ബോധ്യപ്പെടണം. 27-ാം സങ്കീർത്തനം പലപ്പോഴും നമ്മളൊക്കെ വായിക്കുന്നതാണ്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എത്രയോ ആവർത്തി വായിച്ചിട്ടുള്ളതാണ് ഞാനും നിങ്ങളും ഈ സങ്കീർത്തന ഭാഗം. പക്ഷേ വ്യക്തിപരമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും കിടുങ്ങിപ്പോകും. നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോകും. ആ വൈദികൻ ചോദിച്ചതുപോലെ ഞാൻ ആരാധിക്കുന്ന ദൈവം എവിടെ പോയിരുന്നുവെന്ന് ചോദിച്ചു പോകും. പരുമല തിരുമേനി അങ്ങനെയുള്ള സ്കിൻ ഡീപ്പ് വിശ്വാസത്തിന്റെ ആളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം
അചഞ്ചലമായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു താൻ ആരാധിക്കുന്ന ദൈവത്തെ പറ്റി 3 കാര്യങ്ങൾ. നമ്പർ 1, he is aware. നമ്പർ 2, he is available. നമ്പർ 3, he is adequate. 1, he is aware. എനിക്ക് വേണ്ടതെന്തെന്ന് ദൈവത്തിന് അറിയാം. എൻ്റെ ഓരോ തലമുടി നാഴപോഴും എണ്ണപ്പെട്ടിരിക്കുന്നു. ഹാംലെറ്റ് നാടകത്തിൽ ഹാംലെറ്റ് രാജകുമാരൻ തൻ്റെ ജീവിതാന്ത്യത്തോടടുക്കുമ്പോൾ പറയുന്ന വളരെ പ്രഖ്യാതമായൊരു വാക്യമുണ്ട്. There is God's providence even in the fall of a sparrow. ആകാശത്തൂടെ പറന്ന് നടക്കുന്ന ഒരു കുരുകിൽ പക്ഷി ചത്തുമലച്ച് താഴേക്ക് വീഴണമെങ്കിൽ അതുപോലും ദൈവം അറിയുന്നു. He is aware. 2, he is available. എപ്പോ നമുക്ക് വേണമോ അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. അത് പക്ഷെ നമ്മുടെ സമയത്തായിരിക്കില്ല. എപ്പോ വരണമെന്ന് ദൈവത്തിനറിയാം. എപ്പോ കടന്നു വന്ന് സഹായിക്കണമെന്ന് ദൈവത്തിനറിയാം. He is available. 3, he is adequate. എന്തിനും ഏതിനും മതിയായവനാണവൻ. ഈ ഒരു ബോധ്യം ദൈവത്തെ പറ്റി, he is aware, he is available, he is adequate, ഈ ഒരു ബോധ്യമുണ്ടായിരുന്നു പരുമല തിരുമേനിക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം റംബാനായിരുന്നപ്പോ പുറത്ത് നീർക്കെട്ട് വന്നു. വളരെ അസഹ്യമായ വേദനയാണ്. അന്ന് ആന്റിബയോട്ടിക്കുകളില്ല, ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളില്ല. ആയുർവേദ വൈദ്യന്മാരാരെങ്കിലും എണ്ണയോ ലേപനമോ ഉണ്ടാക്കി കൊടുത്താൽ അതൊക്കെ ഒന്ന് തൊട്ടു തൂക്കും, അത്രയേ ഉള്ളൂ ചികിത്സ. റംബാച്ചന്റെ പിതാവെന്ന് ജീവിച്ചിരിപ്പുണ്ട്. വീട്ടിലൊരു വൈദ്യനെ വരുത്തി നല്ല ഒന്നാന്തരമായിട്ട് ഒരു ഔഷധക്കൂട്ട തയ്യാറാക്കി കുഴമ്പുണ്ടാക്കി ഭൃത്യന്റെ കൈ കൊടുത്തുവിട്ടു. റംബാച്ചനോട് പറയണം പുറത്ത് ഇത് പെരട്ടിക്കോളാൻ, വേദന കുറയും, നല്ല ശമനം ഉണ്ടാവും, 2-4 ദിവസം കൊണ്ട് നീർക്കെട്ടൊക്കെ പൊയ്ക്കോളൂ എന്ന് റംബാച്ചനോട് പറയുന്നു പറഞ്ഞ് സ്വന്തം പിതാവാണ് കൊടുത്തയക്കുന്നത് ബാല്യക്കാരന്റെ കയ്യിൽ, ഭൃത്യന്റെ കയ്യിൽ ഈ ലേപനം. തിരുമേനി അന്ന് റംബാച്ചനത് വളരെ ഭക്തി ബഹുമാനത്തോടെ വാങ്ങിച്ചു. കാരണം അപ്പൻ കൊടുത്തയച്ചതാ. വാങ്ങിച്ചു മുറിയുടെ ഒരു മൂലയ്ക്ക് വെച്ചു. വെട്ടിക്കൽ ദേറായിൽ താമസിക്കുന്ന കാലമാണ്. ഒരു തുള്ളിയെടുത്ത് പെരട്ടിയില്ല. നേരെ മറിച്ച് പറഞ്ഞു, താനെ വന്നത് തനിയെ പോകും, താനെ വന്നത് തനിയെ പോകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശ്വാസം. മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൻ്റെ 100-1 പോലും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പക്ഷേ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ തിരുമേനിയുടെ ഉദാഹരണത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ്യത്തെ മുറുകെ പിടിക്കുവാൻ നമുക്കും സാധിക്കണം എന്നുള്ളത് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. 2 കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. 1, പരുമല തിരുമേനിയുടെ സത്യസന്ധത. 2, അദ്ദേഹത്തിൻ്റെ വിശ്വാസദാർഢ്യം. 3, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം. നമ്മളൊക്കെ തീർച്ചയായും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഊന്നൽ എത്രമാത്രം കാലാന്തരത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ്. വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. തിരുമേനിയുടെ ഒരു ജീവചരിത്ര ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട്. തിരുമേനി പരുമലയിൽ താമസിച്ചിരുന്ന കാലത്ത് സായാഹ്നങ്ങളിൽ പമ്പയാറ്റിൽ കൂടെ ഊന്നുകാരനുമായിട്ട് വള്ളത്തിൽ സഞ്ചരിക്കുമായിരുന്നുവെന്ന്. ഈ പമ്പാ നദിയുടെ ഇരുകരകളിലുമുള്ള നസ്രാണി ഭവനങ്ങളൊക്കെ ഏറെക്കുറെ തിരുമേനിക്കായി അറിയാം. ഈ ഭവനങ്ങളിൽ നിന്ന് സന്ധ്യയ്ക്ക്
ഭക്തിഗാനങ്ങളുടെ ശീലുകൾ കേൾക്കുന്നില്ലെങ്കിൽ, അവിടെ സന്ധ്യാദീപം ജ്വലിപ്പിച്ചിട്ടില്ലെങ്കിൽ, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുന്നില്ലെങ്കിൽ വള്ളക്കാരനോട് വള്ളം കരയ്ക്കടുപ്പിക്കാൻ തിരുമേനി പറയുമായിരുന്നുവെന്നും ഗൃഹനാഥനെ കയ്യിലിരുന്ന വടികൊണ്ട് പൊതിരെ തല്ലുമായിരുന്നുവെന്നും വായിച്ചപ്പോ ഞാൻ ഭയപ്പെട്ടു. എനിക്കും നിങ്ങൾക്കും ഇന്ന് തിരുമേനി ജീവിച്ചിരുന്നെങ്കിൽ എത്രമാത്രം അടി കിട്ടിയേനെ. പ്രിയപ്പെട്ടവരെ, തിരുമേനി ഏറെ മധുരവാക്യങ്ങൾ, തങ്കവാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മളെയൊക്കെ ഏറെ സ്പർശിച്ചിട്ടുള്ള ഒന്നാണ് പ്രാർത്ഥന എന്നത്. ശൈശവത്തിലെ ഉത്സാഹമാണ്, യൗവനത്തിലെ ആശ്രയമാണ്, വാർദ്ധക്യത്തിലെ ആശ്വാസമാണെന്നുള്ള വാക്യം തിരുമേനി നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞു. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹം. ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചു നോക്കുക, അവരെ സംബന്ധിച്ച് ശൈശവത്തിലെ ഉത്സാഹം പ്രാർത്ഥനയൊന്നുമല്ല. അവർക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങൾ, കമ്പ്യൂട്ടർ വിനോദങ്ങൾ. അവധി കിട്ടിയാൽ പറമ്പിലും തൊടിയിലും ചിത്രശലഭങ്ങൾക്ക് പുറകെ പാറിപ്പറന്ന് നടക്കാം. ഓണക്കാലമായ ഊഞ്ഞാലാടി കളിക്കാം. ക്രിസ്മസിനും വിഷുവിനും ദീപാവലിക്കുമൊക്കെ പടക്കം പൊട്ടിക്കാം. എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ഉത്സാഹമായിട്ടിരിക്കുന്നു. ആംഗ്രി ബേർഡ്സ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ. തിരുമേനി പഴഞ്ചൻ കാര്യ പറയുന്ന പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹം. They will say no. ഇന്നത്തെ യുവതി യുവാക്കളോട് ചോദിക്കുക, പരുമല തിരുമേനി പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന എന്നത് യൗവനത്തിലെ ആശ്രയം, ശരിയല്ലേ എന്ന് ചോദിച്ച യുവതി യുവാക്കന്മാരൊക്കെ കളിയാക്കി ചിരിച്ചെന്ന് വരും. അവർക്ക് ആശ്രയിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേറെ ജീവിതത്തിൽ. അവർക്ക് പ്രാർത്ഥനയാണോ ജീവിതത്തിലെ യൗവനത്തിലെ ആശ്രയം? വേറെ എന്തെല്ലാമുണ്ട്, വിശദീകരിക്കുന്നില്ല. IT യുഗത്തിൽ ജീവിക്കുന്ന അവരോട് ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയിൽ കയറിക്കൂടിയാൽ വർഷം 10 ലക്ഷമോ 15 ലക്ഷമോ ശമ്പളം വാങ്ങാമെന്ന് സ്വപ്നം കാണുന്ന യുവതലമുറയോട് പറയുമ്പോൾ അവർ പുച്ഛിച്ച് ചിരിച്ചെന്ന് വരും. പ്രാർത്ഥന എന്നത് യൗവനത്തിലെ ആശ്രയമല്ലേ എന്ന് ചോദിച്ചാൽ. എന്നാൽ ഒരു കൂട്ടരോട് ചോദിച്ചാൽ വലിയ വ്യത്യാസം ഉണ്ടാവാനിടയില്ല. വാർദ്ധക്യത്തിൽ ആശ്വാസമാണ് പ്രാർത്ഥനയെന്ന് പരുമല തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അല്ലേ അപ്പച്ച, ശരിയല്ലേ അമ്മച്ചി എന്ന് ചോദിച്ചാൽ അവരൊക്കെ പറയും ശരിയാണ് മക്കളെ എന്ന്. നമ്മൾ അങ്ങനെ ഒരു ധാരണ, അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. പ്രാർത്ഥന എന്നത് വാർദ്ധക്യത്തിലെ ആശ്വാസത്തിന് മാത്രം ഉതകേണ്ട ഒരു കാര്യമാണെന്ന്. കർക്കടകം ആരംഭിക്കുമ്പോൾ ഹൈന്ദവർ രാമായണ മാസം എന്നാണല്ലോ കർക്കടകത്തെ പറ്റി പറയുന്നത്. മനോരമയിൽ എല്ലാ വർഷവും കർക്കടകം 1-ാം തീയതി വരുന്ന ഒരു ചിത്രം, ഒരേ പടമല്ല വരുന്നത്, പടങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും, പക്ഷേ പ്രമേയം ഒന്ന് തന്നെയായിരിക്കും. ഒരു രാമായണം നീർത്തിവെച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് രാമായണം വായിക്കുന്നത് പല്ലു മുഴുവൻ കൊഴിഞ്ഞ് ജരാനരകളെല്ലാം ബാധിച്ച് 90കളിലെത്തിയ ഒരു മുതുമുത്തച്ഛനോ മുതുമുത്തച്ഛിയോ ആയിരിക്കും. കൂടെ ഒന്നിരിക്കാൻ ചോരയും നീരുമുള്ള ചെറുപ്പക്കാരെ ആരെയും കിട്ടിയെന്ന് വരില്ല. വളരെ ചെറിയ പ്രായത്തിൽ 1-2 വയസ്സുള്ള ഒരു പേരക്കുട്ടിയായിരിക്കും പലപ്പോഴും കൂടെ. പ്രാർത്ഥന എന്നത് വയോവൃദ്ധർക്ക് മാത്രം മതിയെന്ന് മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാലം നമ്മൾ ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോഴോർക്കുക, പരുമല തിരുമേനി എത്രയധികം സമയം പ്രാർത്ഥനയ്ക്കായിട്ട്. അദ്ദേഹം ഏറെക്കാലം ജീവിച്ചിരുന്നില്ല, മധ്യവയസ്സിൽ തന്നെ വിളിക്കപ്പെട്ടു ദൈവത്തെങ്കിലേക്ക്. എങ്കിലും അദ്ദേഹത്തിന്റെ 50ഓ 55ഓ വയസ്സ് നീണ്ട ആ ചെറിയ പ്രായത്തിനിടയ്ക്ക് അദ്ദേഹം 5-1 പ്രാർത്ഥനയ്ക്കായി പൂർണ്ണമായും മാറ്റിവെച്ചുവെന്ന് നമ്മൾ വായിക്കുമ്പോൾ അത്ഭുത സ്തബ്ധരായി പോവും. തീർച്ചയായും ഇടവിടാതെ പ്രാർത്ഥിപ്പീനെന്ന്, പ്രേ സീസ്ലെസ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും ചിലപ്പോൾ. എങ്ങനെയാ ഇതിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുക? ജീവിതത്തിലേറെ കാര്യങ്ങൾ വേറെ ചെയ്യാനില്ലേ? ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, അവൻ സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വണ്ടി പോവില്ലല്ലോ.
ഞാനൊരു അധ്യാപകനാ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോയി എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോർഷൻ തീരുവോ? ചോദിക്കാം നിങ്ങൾക്ക്. മരപ്പണി ചെയ്യുന്നവൻ അത് ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതിയോ? ആബാ മക്കാറിയോസ് അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നല്ല ചിന്തകളോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതും പ്രാർത്ഥനയാകുന്നു. നല്ലകളോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതും പ്രാർത്ഥനയാകുന്നുവെന്ന് പഠിപ്പിച്ചത് ആബാ മക്കാറിയോസ. പ്രിയപ്പെട്ടവരെ, പരുമല തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എത്രയെത്ര മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചു. എല്ലാ യാമപ്രാർത്ഥനകളും അതേ രീതിയിൽ മുടങ്ങാതെ നടർമ്മികളായ നമ്മളെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരുന്നില്ല. സന്യസ്തരെ കൊണ്ട് പോലും സാധിക്കുമോ എന്നറിയില്ല. പക്ഷേ എപ്പോഴും ദൈവത്തെ വിളിച്ച് ജീവിക്കാൻ ഞാലിയാകുഴി ദേറായിൽ ഭാഗ്യസ്മരണാർഹനായ ഈവാനിയോസ് തിരുമേനി ജീസസ് പ്രയർ തുടങ്ങി വെച്ചപ്പോ, യേശുവേ ദാവീദ് പുത്ര, പാപിയായി എന്നോട് കരുണ ചെയ്യണമേ എന്ന് ആവർത്തിച്ച് അവിടുത്തെ സെമിനാരി വിദ്യാർത്ഥികളും പ്രീ സെമിനാരിയൻസും എല്ലാം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജീസസ് പ്രയർ എന്ന് നമ്മുടെ സഭയിലെ ഒരു ഈവാനിയോസ് തിരുമേനി പലപ്പോഴും പറയുമായിരുന്നു, കുറിയേലായിസോ എന്ന് മാത്രം പ്രാർത്ഥിച്ചാലും മതി. കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാലും ആ വിളി കേൾക്കപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരുമല തിരുമേനി എത്രയധികം സമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചോ, അതുപോലെ സാധിച്ചില്ലെങ്കിൽ പോലും ആ പ്രാർത്ഥനയുടെ അനുഭവം ജീവപ്പെടുന്നത് തടഞ്ഞു നിർത്തി വലിയൊരു അളവ് വരെയെങ്കിലും അത് തിരികെ കൊണ്ടുവരാൻ തിരുമേനിയുടെ ഓർമ്മ നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനം ഒരു കാര്യം കൂടി, 3 കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ ആഴമേറിയ വിശ്വാസം, 3 അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം, 4 അദ്ദേഹത്തിൻ്റെ വിനയം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ ഒരു ഗുണവിശേഷമാണ് വിനയം. എവിടെങ്കിലുമൊക്കെ ഒന്ന് ചെന്നുപെട്ടാൽ, എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചു പോയാൽ പിന്നെ നിഗളമാണ്, താൻ പോരുമയാണ്, ഈഗോ ആണ്. ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ, ഒന്ന് പൊറുക്കാൻ, ഒരിഞ്ചൊന്ന് താണുകൊടുക്കാൻ പലപ്പോഴും ദുർവാശി നമ്മളെ അനുവദിക്കാറില്ല. ഇത് നമ്മളൊക്കെ ജീവിതത്തിൽ നിന്ന് നമ്മളൊക്കെ ആരൊക്കെയാണോ എന്ന് ധരിച്ചു വെച്ച് വലിയ ഇങ്ങനെ നടക്കുമ്പോൾ ഓർക്കണം കവിവാക്യം, താണ നിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യൂ. കാളിദാസൻ ശാകുന്തളത്തിൽ പാടിയിട്ടുള്ളതിന്റെ മലയാള തർജിമ ചെറുപ്പകാലങ്ങളിൽ കേട്ടിട്ടുണ്ട്. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ. മാവിലൊക്കെ മാങ്ങ കായ്ക്കുമ്പോ, ഏറെ മാങ്ങ നിറയുമ്പോ മാവിന്റെ കൊമ്പുകൾ താനെ താഴുകയുള്ളൂ. എന്റെ ഫലസമൃദ്ധി നിങ്ങൾ കാൺമീനെന്നും പറഞ്ഞ് അഹങ്കരിച്ച് കൊമ്പുകൾ പൊക്കുന്നില്ല. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ. പരം നമിക്കുന്നു ഭുജാമ്പുവാൽ ഘനം. മേഘത്തിൽ മഴവെള്ളത്തുള്ളികൾ അങ്ങോട്ട് നിറഞ്ഞു കഴിയുമ്പോ മേഘം മുകളിലേക്ക് പോവുകയല്ല, പെയ്തിറങ്ങുകയാണ് താഴേക്ക്, കുനിഞ്ഞു വരികയാണ്. സമൃദ്ധിയാൽ ഊറ്റമാർന്നിടാ പരോപകാരിക്കിത് താൻ പ്രമാണമാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ധനമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കുകയല്ല വേണ്ടത്, താണുകൊടുക്കുകയാണ്.
തിരുമേനിയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്നു വിനയം, എളിമ. അത് സ്വാഭാവികമായും അങ്ങനെ ആയല്ലേ പറ്റൂ. മാനവരാശിയുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കിട്ടുവാൻ സ്വർഗം ജായിച്ച് താഴേക്കിറങ്ങി വന്ന ദൈവപുത്രന്റെ ഒരു അനുയായിക്ക് താഴേക്ക് ചായാനല്ലാതെ മുകളിലേക്ക് തല ഉയർത്താനാവില്ലല്ലോ. അത് പക്ഷെ പഠിക്കാത്തതെന്തേ ഞാനും നിങ്ങളും? തിരുമേനി ഭദ്രാസനാധിപനായി തെക്കനിടവകളുടെ എല്ലാം ചുമതലക്കാരനായി ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഒരിക്കലൊരു വൈദികനെ എന്തോ ഗൗരവമായ കുറ്റത്തിന് വിളിച്ചു വരുത്തി ശകാരിക്കാനിടയായി. ശകാരിച്ചു. ഒരുപക്ഷെ വൈദികൻ മറുത്തുവല്ലവും പറഞ്ഞു കാണും. തിരുമേനി അറിയാതെ പെട്ടെന്നൊന്ന് കോപിച്ചു പോയി. ആ വൈദികന്റെ കരണത്തൊരടി അങ്ങ് കൊടുത്തു. അച്ഛൻ സങ്കടപ്പെട്ട് കരഞ്ഞ് വീട്ടിൽ പോയി. തിരുമേനിക്ക് ഉറക്കം വന്നില്ല. രാത്രിയിൽ ഏറെ മനസ്താപപ്പെട്ടു. അറിയാതെയെങ്കിലും ദേഷ്യം വന്ന് ഒരു വൈദികനെ അടിക്കേണ്ടി വന്നതിനെ പറ്റി തിരുമേനി ഏറെ കണ്ണുനീർ വാർത്തു. തീർച്ചയായും 2 ദിവസം കഴിഞ്ഞപ്പോ ഒരാളെ വിട്ട് വിളിപ്പിച്ചു ആ വൈദികനെ. ഇവിടെ ആ വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തി കുമ്പസാരിച്ചു തിരുമേനി. പശ്ചാത്താപത്തോടെ പ്രായശ്ചിത്തമായി അന്നത്തെ കാലത്തെ ഒരു വെള്ളി രൂപ കൊടുത്ത് നിരപ്പായി അച്ഛനോട്, ഇന്ന് ഇതാര് കാണിക്കും? ഞാൻ ചെയ്യുമോ നിങ്ങൾ ചെയ്യുമോ? പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ഇതാണ് എളിമ. യേശുദേവന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാൾക്കും ആ എളിമ ജീവിതത്തിൽ ഒരു തരിയെങ്കിലും പകർത്താൻ ഒക്കില്ല എന്ന് തിരുമേനി നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പെരുമല തിരുമേനി ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നത് ഇതുപോലെയുള്ള സുഹൃതങ്ങളുടെ പേരിലാണ്. ഇതുപോലെയുള്ള സൽഭാവങ്ങൾ അത് അവശേഷിപ്പിച്ചിട്ട് നമ്മുടെ പൂർവികരൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അതേ അളവിലൊന്നും സാധിച്ചില്ലെങ്കിലും ആ നൈർമല്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിലും കോറിയിടുക. അതിന് പരിശുദ്ധ പെരുമല തിരുമേനിയുടെ 111-ാം ശ്രാദ്ധ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ചെറിയ അളവ് വരെയെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോയമ്പും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം സഫലമാവും. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.